മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം. വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. കേരളത്തിന്റെ മൊത്തം വികസന ഫണ്ടിന്റെ 1/3 തദ്ദേശ സ്ഥാപനങ്ങൾക്കു നൽകി അധികാര വികേന്ദ്രീകരണം നടത്തുമ്പോൾ സാമ്പത്തിക നിയന്ത്രണങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ അത് അട്ടിമറിക്കുകയാണെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. തലക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചിലതിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ളത് 46 കോടി രൂപയുടെ അഴിമതി നടത്തിയ ജില്ലാ പഞ്ചായത്ത് ഇപ്പോഴും ജയിലിൽ ഒരു വിട്ടുവീഴ്ചയുടെ സർക്കാരിന്റെ ഭാഗത്ത്. പൊതുപ്രവർത്തകർ അഴിമതി നടത്തിയിൽ അത് കണ്ടെത്തി നിയമപരമായ നടപടികൾ നടത്തുന്ന കാര്യത്തിൽ ഈ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല. കേരളത്തിലെ സ്വൈര ജീവിതത്തെ ബാധിക്കുന്ന ഏത് വർഷങ്ങളിലും ശക്തമായ ഇടപാട് നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും റിപ്പോർട്ട് ചെയ്യാൻ ഇന്നേ വരെ ഒരു കേസ് പോലും കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അത്രയും കർശനമായിട്ടുള്ള നടപടികൾ ഈ മേഖലയിൽ നടക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷൻ എ കെ ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, പി കുമാരൻ, ടി ഇസ്മായിൽ, നുസൈബ എടത്താടത്തിൽ, പി മുഹമ്മദ് അലി, കെ രാകേഷ്, സി പി ബാപ്പുട്ടി, പിമ്പുറത്ത് ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ട ന്യൂസ് തലക്കാട്.